ഈ മെയിൻ സ്വിച്ച് വെച്ചതുകൊണ്ട് ചാവാത്തത് ഭാഗ്യം. ഇന്നൊരു കംപ്ലയിൻറ്റ് നോക്കാൻ പോയതാണ് കേട്ടോ. ഇവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് കേട്ടോ. നല്ല ചൂട്. അപ്പോൾ നോക്കുമ്പോൾ എർത്ത് ലീക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഉടനടി അവരുടെ അടുത്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു, എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിൽ. വന്ന് ഞാൻ മെയിൻ സ്വിച്ച് തുറന്ന് നോക്കുമ്പോഴാണ് ഇതാണ്ടോ ഈ ഒരു അവസ്ഥ. ലിങ്ക് കരിഞ്ഞിട്ട് കംപ്ലീറ്റും അതിൽ എർത്തിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 ദിവസമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്നാണ് അവർ. ചെറുതായിട്ട് ചൂട് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ടുണ്ടാവും ഇതിങ്ങനെ സംഭവിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി ഈ ഒരു മെയിൻ സ്വിച്ച് മാറ്റി ഇവിടെ ഒരു ഐസൊലേറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ LNTയുടെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഒരു ബോക്സും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഗ്ലാസ് ഡോറുള്ളത്. ഇത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സെൽഫ് സ്ക്രൂ എടുത്തിട്ട് നമ്മൾ അടിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ LNTൻ്റെ ഐസൊലേറ്റർ നമ്മളവിടെ സെറ്റ് ചെയ്തു. വയറൊക്കെ കണക്ഷൻ കൊടുത്തു കേട്ടോ. ഫേസ് ന്യൂട്രൽ മാറാതെ തന്നെ കറക്റ്റ് രീതിയിൽ നല്ല ടൈറ്റിൽ കൊടുക്കണം. അത് നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. വല്ല ലീക്കേജും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലീക്കേജ് ടെസ്റ്റർ മീറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ 40 മില്ലി ആംപിയറിൽ ഇട്ടിട്ട് നമുക്ക് ലീക്കേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ഓൺ ചെയ്ത ശേഷം വീട്ടിൽ ഫുൾ ലോഡ് ഓണാണ് കേട്ടോ. ലോഡ് എന്ന് പറഞ്ഞാൽ AC അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഓണാണ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. താങ്ക് യു.